ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മുന്നോസ് ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. ഇന്നിപ്പോൾ നാട്ടിലുള്ളവരൊക്കെ മുഹറം 10 നോമ്പ് നോറ്റിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മഴ ഉണ്ടോ അല്ലെങ്കിൽ വെയിലാണോ? മഴ ആണെങ്കിൽ നല്ല സുഖമാണല്ലോ നോമ്പ് നോൽക്കാൻ. ഇത് 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി. ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത്. വൈകുന്നേരം വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി പുതിർത്തിനി. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളപ്പത്തിന് വേണ്ടാന്ന് തോന്നിയപ്പോൾ ഇത്തിരി അപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ അപ്പത്തിന് അരക്കാൻ വേണ്ടിയിട്ട് അരി മിക്സിയിൽ കേട്ടോ ഒരു 5 കയ്യിൽ അരി എടുത്തിക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഇടണം. നിങ്ങളുടെ അടുത്ത് തോന തേങ്ങ ഉണ്ടെങ്കിൽ തോന ഇട്ടോളൂ. എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ, കൂടെ ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ അതുകൊണ്ട് റോബസ്റ്റ് പായം ഉണ്ടായിരുന്നു. റോബസ്റ്റ് പായം കൂട്ടിയാണ് അപ്പം ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള ഏലക്കായ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി പായവും ഉണ്ട്. പായം ഒരു 3 കായ കേട്ടോ ഞാൻ എടുത്തത്. ഈ അരിയും തേങ്ങയും ഏലക്കായും കൂടി നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് അതിലൊക്കെ പായം കൂടി ഇട്ട് പായവും അരച്ചെടുക്കണം കേട്ടോ. ഇവിടെ ആ പായം കൊണ്ടുവന്നിക്കുകയാണെങ്കിൽ മക്കളെ വേഗം കേടുന്നു കേട്ടോ. നമ്മൾ അന്നൊന്നും എടുത്തില്ലെങ്കിൽ പിറ്റേന്നൊക്കെ വേഗം കേടുകയും ചെയ്യും. എന്താ പറയുക, ഉള്ളൊക്കെ വേഗം ചീഞ്ഞെടുത്ത് തിന്നാനൊന്നും കിട്ടില്ല. എവിടെ തട്ടേ മുട്ട ചെയ്തിട്ടാണെങ്കിൽ അവിടെയൊക്കെ വേഗം കേടുന്നുകയും ചെയ്യും. ഇത് പിന്നെ അങ്ങനെ മുറിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മിക്സിയിൽ അപ്പടി ഇട്ടിട്ടാണെങ്കിലൊക്കെ വേഗം അരിഞ്ഞ് കിട്ടും. ഞാൻ ആദ്യം അരിയിട്ട് അരച്ചതിനെ കൊണ്ടാണ് ഇനി മുറിച്ചിടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ചെറിയ ജീരകം കൂട്ടണം കേട്ടോ. നമ്മൾ ജീരകം കൂട്ടാണ്ടാണ് ആദ്യം അരി അരച്ചിന്. അങ്ങനെ ആവശ്യത്തിനുള്ള ജീരകം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ കട്ട് ചെയ്ത 3 കായ് പായ കേട്ടോ. ഇത് കട്ട് ചെയ്ത് അതും അതിലിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അപ്പത്തിനുള്ള അരിയും പായവും തേങ്ങയും കൂടി അരച്ചെടുത്തിട്ട് ഇനി വെള്ളപ്പത്തിനുള്ള അരക്കാനുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് ശർക്കരപ്പാൻ ഉണ്ടാക്കിയും വേണ്ടേ. ശർക്കര അടുപ്പത്ത് വെക്കണം കേട്ടോ. ഈ തേങ്ങയും അരിയും അരച്ചപ്പോൾ ഞാൻ ചോറ് കൂട്ടിയില്ല കേട്ടോ. സാധാരണ നമ്മൾ കുക്കറപ്പം ചുടാൻ വേണ്ടി ചോറൊക്കെ കൂട്ടിയില്ലേ. ഇത് ചോറ് കൂട്ടാണ്ടാണ് കേട്ടോ അരച്ചത്. അധികം ലൂസാക്കി അരച്ചിട്ടില്ല. അത്യാവശ്യം കട്ടി ഉണ്ടാനോ, എന്നാലും അധികം കട്ടിയില്ലല്ലോ കേട്ടോ. ശർക്കര വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ വെള്ളപ്പത്തിനുള്ള അരി അരക്കാം കേട്ടോ. ഞാൻ ഇതിലൊക്കെ ചോറ് കൂട്ടിക്കുന്നു, തേങ്ങ കൂട്ടിക്കുന്നു. അതുകൊണ്ട് ഈസ്റ്റ് കൂട്ടാണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഞാനാണ് പിന്നെ അരച്ചെടുക്കുക. ഇതിലൊക്കെ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് പഴക്കം വന്നിട്ടാണെങ്കിൽ ഈസ്റ്റ് 1ൻ്റെ സ്ഥാനത്ത് 2 ഇടേണ്ടി വരും കേട്ടോ. പുതിയ ഈസ്റ്റ് ആകുമ്പം കുറച്ച് മതി. ഇവിടെ ഞങ്ങൾ ഈസ്റ്റ് വാങ്ങുമ്പോൾ 500 ഒന്നായിട്ടാട്ടോ വാങ്ങുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചെറിയ ബോട്ടിലല്ലേ കിട്ടുക, 10-15 ഉറുപ്പ്യൻ്റെ. ഇത് 500 ഗ്രാം വാങ്ങൽ കേട്ടോ. വലിയ ഒരു പെട്ടിയാണ്. പിന്നെ ഇതിലൊക്കെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടെടുത്ത് കേട്ടോ. എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചൊക്കെയാണ്. ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഞാൻ കുറേ സമയമൊന്നും വെച്ചില്ല കേട്ടോ. അരച്ചിട്ട് മാവാക്കി വെക്കാൻ വിചാരിച്ചാണ്. അതും അധികം സമയമൊന്നും വെക്കാനുള്ള ടൈമില്ല. 6 മണിയൊക്കെ ആകുമ്പോഴെന്നെങ്കിൽ ഇത് ചുടാൻ നിൽക്കണം. നമ്മളിത് 4-5 മണിയൊക്കെ ആയപ്പോട്ടെ അരക്കുന്നത്. എൻ്റെ വോയിസിൻ്റെ കൂട്ടത്തിൽ മഴ പെയ്യുമ്പോഴുള്ള സൗണ്ടും കേൾക്കുന്നുണ്ടാവില്ലേ. നാട്ടിൽ നല്ല മഴ കൊണ്ട് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും ഇവിടേക്കും പെയ്യാണ്. എ സിയും ഫാനും 2 കൂടി ഇട്ട് വെച്ച് കിട്ടും. എന്നിട്ടാണ് അതിൻ്റെ സൗണ്ടാണ്. എ സിയും ഫാനൊന്നും ഇല്ലാണ്ട് അകത്ത് കുത്തിരിക്കാനാവില്ല. അമ്മ അതിൽ ചൂടല്ലെങ്കിൽ നാട്ടിൽ എന്ത് സുഖമല്ലേ മഴയും തണുപ്പ് പോയതിനെക്കൊണ്ട്. ഇൻഷാ അല്ലാഹ് മഴയത്ത് നാട്ടിലെത്തണമുള്ള നല്ല ആഗ്രഹമുണ്ട്. സാധിക്കും. ടിക്കറ്റിനൊക്കെ നല്ല റേറ്റ് അല്ലേ. ആ മാവിലേക്ക് എത്ര ശർക്കര വേണമെന്ന് ഓർമ്മയൊന്നുമില്ല കേട്ടോ. ഞാനൊരു സുമാർ അളവിനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അഥവാ മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കും. എന്തായാലും അധികമായി പോലും കേട്ടോ. ശർക്കര ഞാൻ കുറച്ചേ എടുത്തിയുള്ളൂ. പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ വെള്ളപ്പത്തിനുള്ള അരി അരച്ചെടുക്കാം കേട്ടോ. ശർക്കരപ്പാനി ഉരുകണമല്ലോ. എന്നിട്ട് വെള്ളപ്പത്തിനുള്ള അരി അരച്ചെടുക്കാമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങയും ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിടണോ. അപ്പം ചുടാൻ തേങ്ങയും ചെറിയുള്ളിയും എന്തായാലും വേണമല്ലോ. ചെറിയുള്ളി ടേസ്റ്റ് വേണം. അതുകൊണ്ട് തേങ്ങ കടിക്കണം. അപ്പത്തിനൊരു കടി കടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തേങ്ങയോട് കടിക്കാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. ചിലർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. ഇട്ടൊക്കെയൊക്കെ നല്ല ഇഷ്ടമാണ്. തേങ്ങ ഇങ്ങനെ സ്വന്തമായിട്ട് തിന്നാൻ തന്നെ ഇഷ്ടമാണ് കേട്ടോ. ഈ തേങ്ങ ഉച്ചക്ക് കറക്കി വേണ്ടിയിട്ട് പൊട്ടിച്ചതിന് ഇട്ടു. അരക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച് നോക്കുന്നേരം ചിരട്ട കഴിഞ്ഞു. എന്നെക്കൊണ്ടേക്ക് കട്ട് ചെയ്യാൻ സുഖമായി കിട്ടി. മറ്റേ പൂണ്ടെടുത്ത് ഞാൻ കട്ട് ചെയ്ത് തരേണ്ടിയിരുന്നല്ലോ. ഇങ്ങനെ നമ്മൾ തേങ്ങയും ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശർക്കര വെള്ളം ഇതാക്കുന്ന ഉരുകി വന്നിക്കുന്നത്. ഇനി അരപ്പം വെച്ച് ഞാൻ അരച്ചെടുക്കുകയാണ് കേട്ടോ. ശർക്കര വെള്ളം കല്ലും പൊടിയൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് സമാധാനത്തിൽ നിന്ന് അരച്ചെടുക്കുകയാണ്. ഒരു കൈ ഫോണുണ്ട്. പിന്നെ ഡവറമ്മലവിടെ വെച്ചതാട്ടോ അരപ്പ. പിന്നെ മറ്റേ കൈയോട് ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. നല്ല ചൂടോടൊക്കെ തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കുക്കറൊക്കെ ഇറങ്ങുന്നതിന് മുമ്പേ നമ്മൾ മൺചട്ടിയിൽ അപ്പം ചുടലില്ലായിരുന്നു. അങ്ങനെ കലത്തപ്പൊക്കെ ചുടലുണ്ടായിരുന്നല്ലോ. പണ്ടുള്ളവരൊക്കെ ചുടലുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടാകായിരുന്നു. അപ്പം ഞാനും ചുട്ടിക്കും കേട്ടോ. അങ്ങനെ എത്രയോ പിന്നാണല്ലോ കുക്കറപ്പൊക്കെ ഉണ്ടായത്. അതാകുമ്പോൾ എളുപ്പത്തിലാകുകയും ചെയ്യും. നല്ലോണം ആരെടുത്ത് പൊങ്ങുകയും ചെയ്യില്ല. മറ്റേത് അങ്ങനെയൊന്നും അങ്ങോട്ട് ആരെടുത്ത് പോരുകയില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ആകുകയില്ലായിരുന്നു. എന്നാലും അതിന് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ചട്ടിൻ്റെ ചോയ് അടുപ്പത്തുണ്ടാക്കിയതും തീക്കലം വെച്ചിട്ടത് എന്താ പറയേണ്ടിയെന്ന് കരഞ്ഞ് ഞെരിഞ്ഞെല്ലാം കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതിന്. ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളാരോ കഴിച്ചെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാണ്ടില്ലെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇന്നാളെ ഞാൻ അപ്പം ചുട്ടപ്പോൾ കുക്കറിലും പാകിനു ഒഴിച്ചാൽ വെള്ളപ്പത്തിൻ്റെ ചട്ടിയിലും ഒഴിച്ചിരുന്നു കേട്ടോ. അന്നപ്പോൾ അതിൽ ചുട്ടപ്പത്തിന് എല്ലാവർക്കും ടേസ്റ്റ് പറഞ്ഞു. എല്ലാവരും അതന്നെ തിന്നു. കുക്കറിലത്തെ വേണ്ടത് ആ ടേസ്റ്റ് ഉള്ളതാണ്. റിഫുമോന് മക്കൾ വരെ. അങ്ങനെ എന്നാലും ഞാൻ ഇന്നിപ്പോൾ ചട്ടി ചുടാനോ വിചാരിച്ചാട്ടോ. അങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഇപ്പോൾ ചുടുന്നത്. ഇതിലൊക്കെ അപ്പം ചുട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മുകളിൽ പറഞ്ഞോണ്ട് തീക്കലോട് വെച്ചെടുത്തിട്ടാണ് നല്ലോണം വെന്തിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ തീക്കലൊന്നും വെക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ലല്ലോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മൂടി തുറന്ന് നോക്കിയാട്ടോ.
ഇതാണ് അവസ്ഥ എന്നറിയാൻ വേണ്ടി നല്ലോണം പൊങ്ങി ചെയ്ത് കാലെടുക്കുക ചെയ്ത് കേട്ടോ. ഇനിയിപ്പോൾ തീയൊന്ന് കുറച്ച് കൊടുക്കണം. ഈ അടുപ്പിന് നല്ല തീയാണ്, അല്ല ഇരുമ്പിൻ്റെ ചട്ടിയാണല്ലോ, നല്ല ചൂടും ഉണ്ടാവുമല്ലോ. എത്രയോ പ്രാവശ്യം തീ കുറച്ച് വെച്ച് നോക്കിയിട്ടോ. തീ കുറച്ച് നോക്കുമ്പോൾ ഒക്കെ തീ കെട്ട് പോകുക കാറ്റിന്. ഞാൻ പിന്നെ അടിയിൽ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഇരുമ്പിൻ ചട്ടി വെച്ച് അടുത്തിൽ തീ കൂട്ടിയൊക്കെയും ചെയ്യുന്നതാണ്. പിന്നെ മാവ് കുറച്ചും കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് ഈ ചെറിയ കുക്കറിലൊക്കെ ഒഴിച്ചെടുക്കാമെന്ന് വെച്ചാൽ കുക്കർ അടുപ്പത്ത് വെച്ചാണ് ബാക്കി ഇതിലൊക്കെ ഒഴിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അപ്പുറത്ത് റെഡി ആക്കുന്നു കേട്ടോ. സൈഡൊക്കെ കരഞ്ഞ് വന്നിക്ക് നല്ല കരഞ്ഞ് മൊരിഞ്ഞ അപ്പം അയക്കുന്നു കേട്ടോ. ഇതിന് പ്രത്യേക ടേസ്റ്റാണ് മക്കളെ, നിങ്ങൾ ഉണ്ടാക്കി വെക്കാനായിട്ട്. ഇനി മൺചട്ടിയൊക്കെ പൊരയുണ്ടെങ്കിലേ മൺചട്ടിയിലൊക്കെ ചുട്ട് നോക്കിയാൽ മതി, അതും നന്നായി കിട്ടും. ഇതിൻ്റെ അടി കുറച്ച് കരഞ്ഞ് കിട്ടും. ഞാൻ ഇപ്പോൾ തീയിൻ്റെ പ്രശ്നം നിങ്ങളോട് പറഞ്ഞല്ലോ, മുൻകൂർ ജാമ്യങ്ങളോട് എടുത്തതാണ്. കരഞ്ഞല്ലോ നിങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മറിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുകയാണ്. ഈ മാവാണെങ്കിൽ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് കുറച്ചേ ഉള്ളൂ, തോന്നൊന്നുമില്ല. ഈ പഴംകൂട്ടി ഇങ്ങനെ നമ്മൾ ഉണ്ണിയപ്പാലും നെയ്യപ്പാലും ഇങ്ങനത്തെ അപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി നല്ലൊരു ടേസ്റ്റ് ആണല്ലേ, പഴത്തിൻ്റെ ടേസ്റ്റ് വരൂലേ. ഇങ്ങനെ ഉള്ളിയും തേങ്ങയൊക്കെ അങ്ങ് വറുത്ത് കോരിച്ച് ബാക്കിയുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുത്തേക്കാണ്. അടിയിലിട്ട് കൊടുത്തേക്കാണെങ്കിൽ ഒക്കെ അടി കരഞ്ഞു പോവുകയും സൈഡിലൊക്കെ ആയി കിടക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ആകുമ്പോൾ മുകളിലുണ്ടാവുമല്ലോ, ഒന്ന് ഇളക്കി കൊടുത്തേക്കാണെങ്കിൽ മാവിൻ്റെ അടിയിലേക്കൊക്കെ പോവുകയും ചെയ്യും. നമ്മൾ സാധാരണ കുക്കറപ്പം ചുടുമ്പോൾ തന്നെയാണ് കേട്ടോ ഈ അപ്പവും ചുട്ടത്, അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ ചോറ് കൂട്ടിയില്ലാന്നേ ഉള്ളൂ ഇതിൽ, മറ്റേ നമ്മൾ ചോറ് കൂട്ടേണ്ടതിന് ഇതിൽ പഴം കൂട്ടിയിരിക്കുന്നത്. ഇങ്ങനെ കുക്കറപ്പം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചായ പാലയിലും ചട്ടി ചുട്ടപ്പം മുറിക്കലും തിന്നലോ കഴിഞ്ഞ് കിട്ടുമോ. ബാക്കിയുള്ള അപ്പമാണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ അപ്പത്തിന് ഇങ്ങനെ കണ്ടില്ലേ, നല്ലോണം ആരെടുത്ത് കഴിഞ്ഞിരിക്ക് നല്ല ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാണ്ടി. കുക്കറിൽ ഉണ്ടാക്കുന്ന പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, എളുപ്പത്തിൽ കഴിയും. പിന്നെ നമ്മൾ കുക്കറപ്പം ചുടുന്ന മാവോണ്ടും ഇങ്ങനെ ചുട്ടാൽ നന്നാവും കേട്ടോ. നമ്മൾ വെള്ളപ്പം ചുടുന്ന ചട്ടിയിലൊക്കെ കുറേശ്ശെ ചുട്ട് എടുത്തേക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അതിൻ്റെ കൂടി നമ്മൾ കുക്കറപ്പം വെന്തിക്കുന്ന മക്കളെ ചൂടണിഞ്ഞിക്കുന്നത് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുകയാണ്. ചായ ഒക്കെ എല്ലാവരും ഇപ്പോൾ കുടിച്ചിരിക്കുന്നല്ലോ, അപ്പവും ചായക്കാട്ടോ എല്ലാവരും കുടിച്ചത്. കുക്കറിൻ്റെ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നല്ലോണം വേഗി ആരെടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ പിറ്റേന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. പിറ്റേന്ന് രാവിലെ ഇതാക്കുന്ന പുട്ടും ചായയൊക്കെ, അതിന് പുട്ടും ചെറുപയറും ചായയാണ്, അതൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ഞാൻ പുട്ട് ചൂടിയണിഞ്ഞോണ്ടതിന് വേണ്ടി ഈ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചതായിരുന്നു. നിങ്ങൾ വിചാരിക്കേണ്ടിരുന്ന പാർസൽ വാങ്ങിക്കൊണ്ടുവന്നതാണെന്ന്. നല്ല ചൂടുള്ള ചായയും ചൂടുള്ള പുട്ടും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് പുട്ട് ഞാനിങ്ങനെ പൊതിഞ്ഞ് വെച്ചിരുന്നത്. പിന്നെ നോക്കുന്നതിന് ചെറുപയറിൻ്റെ കറി എനക്കൊണ്ട് അത് കൂട്ടി കുടിക്കാൻ താല്പര്യം തോന്നി. കടലാണെങ്കിൽ വലിയ ഇഷ്ടമല്ല കേട്ടോ, ചായയും പുട്ടും മാത്രം കഴിച്ചാൽ മതി. പിന്നെ കുറേ ദിവസമായിട്ട് തിരുമ്പിയൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് മടക്കി വെക്കാണ്ട് അതിനൊക്കെ ഒന്നെടുത്ത് കട്ടുമ്പോൾ ചേർന്നിക്കുന്നത്, പിന്നെ ഒക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. പിന്നെ നമുക്ക് മക്കളും വന്ന് കിട്ടും. അങ്ങനത്തെ എന്തോ പണിയെടുക്കുകയാണെങ്കിൽ ഓലും കൂടുതലേ ഇല്ലേ, ഓൽക്കൊരു ഉഷാറാണ്. അങ്ങനത്തെ എന്തെങ്കിലും അൾമാറി വയ്ക്കുക, അങ്ങനത്തെ എന്തെങ്കിലും മടക്കി വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഓലും കൂടി തിരിയണമൊക്കെ. നന്നായില്ലെങ്കിൽ ഓലിയിലിങ്ങനെ എന്താ പറയണ്ടേ, ചാടി കളിച്ച് ഇങ്ങനെ നടക്കും. അതുപോലെ ഇവിടെ മോക്ക് ജോലി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. മോക്ക് ജോലിയൊന്നുമില്ല കേട്ടോ. വന്നിട്ട് കുറച്ച് ബ്യൂട്ടീഷ്യനായിട്ട് പോയിന്, പിന്നെ അപ്പോൾ അതിനൊന്നും പോയില്ല. ഇനിയിപ്പോൾ നാട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങളാണ്. പിന്നെ ചെറിയ മോള് നാട്ടിലാണോ എന്ന് ചോദിച്ചിട്ടോ, ഓളും നാട്ടിലാണുള്ളത്, ഓനും നാട്ടിലാണുള്ളത്. രണ്ടാൾ നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. ഓന് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലാണ്, ഓള് കൊടുവള്ളി ഇക്ര ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഒരു രണ്ടാളും ഒരേ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കണ്ടോ മക്കൾ കളിക്കുന്നത്, നമ്മൾ തിരുമ്പിട്ട് മടക്കി വെക്കുന്ന കൂട്ടത്തിൽ ഓലിങ്ങനെ തുള്ളി കളിക്കാണ്ട് ഓൾക്ക് എന്തോ ഒരു സന്തോഷം. നമ്മളിങ്ങനെ അൾമാരി ഒഴിക്കുക, അടുക്കള ഒഴിക്കുക, സ്റ്റോർ റൂം ഒഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. ഇവരെ കൊടുത്ത് കൂടി ചാടി കളിക്കാനും എടുത്ത് വയ്ക്കാനും എല്ലാത്തും ഒരു കൂടിട്ടോ. ഇപ്പം മോൻ കളിക്കുന്ന കളിയുണ്ടോ നിങ്ങൾ, അതൊക്കെ നമ്മൾ ഓല് കാണാണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളെ കണ്ടക്ക് തോന്നിക്കുകയാണെങ്കിൽ ഒലിട്ടിച്ച് പോകും. ഓനെക്കൂടെ നോക്കുന്നുണ്ട് കേട്ടോ, ഞാനെ ശ്രദ്ധിക്കാത്ത പോലെ നിൽക്കുകയാണ്. എൻ്റെ പേൻ്റാണ് എടുത്ത് കൊടുത്ത്, എന്നിട്ട് അത് കെട്ടി വെക്കുകയാണ്. കെട്ടിയിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ട് കേട്ടോ, എന്നെക്കൊണ്ടാകുന്നില്ല. പിന്നെ അതിൻ്റെ ഒരു അടിക്കെട്ടി ഉണ്ടായിട്ട് തലയിലിടുകയാണ്. അങ്ങനത്തെ എന്തൊക്കെയോ കോപ്രായങ്ങളും ഇങ്ങനെ കളിക്കും കേട്ടോ. നമ്മളൊരു കാണാണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കണം, എന്നാലേ ഇങ്ങനെ കാണാനോ കഴിയും. അത് ശ്രദ്ധിച്ചിട്ടാണ് ഒലിട്ടിച്ച് അങ്ങ് പോകും. അതിനെ കൂടി പിന്നെയും പേൻ്റെ മേലോട്ട് കയറ്റി നിന്ന് എടുത്ത് വെക്കുന്ന അവിടെ നിൽക്കുന്നില്ല, പിന്നെ ഊരിട്ട് പോകുക കേട്ടോ. പിന്നെ അതൊക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ വേറൊരു സാധനം എടുത്തിടാനാട്ടോ. അതൊക്കെ എടുത്ത് ഞാൻ വീഡിയോയിൽ ഇട്ടിക്കെങ്കിൽ നിങ്ങളൊക്കെ ചിരിച്ച് പല്ലുപ്പിപ്പോവും. മക്കളോരോ കളി ഇങ്ങനെ കണ്ടെടുക്കാൻ നല്ല രസമല്ലേ. നമ്മൾ തിരുമ്പിയൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ തട്ടി പിരിച്ചിട്ടു. അതിൻ്റെ മുകളിൽ ഞാൻ ബെഡ്ഷീറ്റും ഇട്ടിട്ടേ മക്കൾക്ക് എടുത്തരുള്ളൂ കേട്ടോ. മക്കൾക്ക് എടുത്തതല്ലാണ്ട് ഇങ്ങനെ കയറി ചവിട്ടി കൂട്ടുമല്ലോ. എന്നെക്കൊണ്ട് വേറെ ബെഡ്ഷീറ്റ് കൂടെ എപ്പോഴും ഇതിൻ്റെ മുകളിൽ വിരിച്ചിട്ടുണ്ട്. പിന്നെ കെടുക്കാൻ എടുത്തടുത്ത് ഒഴിവാക്കിക്കാളല്ലാണ്. ഇങ്ങനത്തെ എല്ലാ പരിപാടിക്കും റിഫുമോനെ കൂടണം കേട്ടോ. ഓനിങ്ങനെ കൂടിത്തരും, നമുക്കൊരു സഹായമാണ് കേട്ടോ. മക്കളിങ്ങനെ ഭാഗത്ത് കൂടി തന്നിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ കട്ടുമലും കെടുക്കുമ്പോഴൊക്കെ ബെഡ്ഷീറ്റ് വിരിക്കാനൊക്കെ ഒരു പണിയാണല്ലോ അല്ലേ. ഇതിപ്പോൾ 2 കട്ടിൽ അടുപ്പിച്ചിട്ടാട്ടോ, ഒറ്റ കട്ടിലൊന്നല്ല. ഒരു വലിയൊരു കെടുക്കാണെങ്കിൽ കട്ടിൽ 2 എണ്ണമാണ്. അങ്ങനെ ഉപ്പച്ചി വന്നവൻ ചെറിയവൻ തപ്പൽ ഒടുങ്ങിട്ടോ. ഉപ്പച്ചി കൊണ്ടുവന്നവോട് കാണാനായിട്ട് വയ്യേക്ക് നടക്കുകയാണ്. ഇനി പാടിയും കൂടിയൊക്കെ തപ്പി നോക്കുവന്. അങ്ങനെ മൂപ്പര് തപ്പൽ നിർത്തിയില്ലട്ടോ, തപ്പിക്കൊണ്ടേ നിൽക്കുകയാണ്. ഉപ്പച്ചി ലാസ്റ്റ് പറഞ്ഞ് ഫ്രിഡ്ജ് 2 ഇങ്ങ് എടുത്തുണ്ട് ഊരിയെന്ന്. അതിന് ശേഷമാണ് കേട്ടോ പോയത്. അങ്ങനെ മൂപ്പര് ഫ്രിഡ്ജിൽ പോയി സിപ്പപ്പൊക്കെ എടുത്തിട്ടുണ്ടോ കേട്ടോ. എല്ലാവർക്കും സിപ്പപ്പൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ചൂടിന് സിപ്പപ്പൊക്കെ കിട്ടിയിരിക്കുകയാണ്, നല്ല സുഖമല്ലേ. നല്ല തണുത്ത സിപ്പപ്പ് പൈസ കിട്ടിയിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഞങ്ങളെ സിപ്പപ്പൊക്കെ തിന്നട്ടെ. ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ സാധാരണ പറയുമ്പോൾ തന്നെ ഒന്നും മറന്നുകൊണ്ട് കേട്ടോ. മറ്റൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.